അമ്മക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛന് മരിച്ചുപോയി 1947. 1981 പറഞ്ഞു മനസ്സിലായോ? 1981 നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. കൊള്ളാം, നല്ലതായിട്ടുണ്ട്. ബാക്കി കൂടെ പറ, ഞാൻ മറുപടി തരാം. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിച്ച് എന്റെ ജനിച്ചു പറഞ്ഞില്ല. പിന്നെ അമ്മക്ക് കാല് വാഷ് ചെയ്യുന്ന വെള്ളം കുടിക്കണം. നാടകം കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആളാക്കല അവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവര് തമ്പാക്ക് ഇങ്ങനെ അടിക്കുന്ന തമ്പാക്ക് ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്ക് അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. ഓക്കെ, കേരളത്തിൽ BJP പറ്റത്തില്ല, അതൊക്കെ ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. ഇവിടെ ഒറ്റ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത്. ആ അമ്മയെ ചോദ്യം ചെയ്യുന്നതിന് ഒരു ഇതാണ് ഞാൻ കാണിച്ചത്. അത് ഏറ്റവും വലിയൊരു ഇതായിരുന്നു. ഞാൻ ഇന്നലെ ആദ്യം ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇൻസ്റ്റയിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു, ലോങ് വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് കരുതിയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 1947 പ്രഗ്നന്റ് ആയെന്ന് പറയുന്നു. പിന്നെ പറയുന്നു മോദി ജനിച്ചത് 1915 മോദി സെപ്റ്റംബർ 27 മോദി ജനിച്ചത്. ഇവര് ആ അമ്മയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അച്ഛൻ മരിച്ചത് 1947 ഇവർ പറയുന്നുണ്ട്. 1981 അദ്ദേഹം മരിച്ചതായിട്ടാണ് ഈ ഗൂഗിളിലും കാര്യങ്ങളൊക്കെ കിടക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞത്. പക്ഷെ ഞാനൊരു കാര്യം ആലോചിക്കണം. കഴിഞ്ഞ ആഴ്ച വരെ ജാനിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. സപ്പോർട്ട് ചെയ്തൊന്നുമില്ല, കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരി പ്രേമമായിട്ടാണ് ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം പുള്ളിയുടെ എന്ത് വന്നാലും ആൾക്കാരെ ട്രോൾ ചെയ്യുമായിരുന്നു. ആ ഡൽഹിയിൽ പോയി CJP സപ്പോർട്ട് ചെയ്ത പിള്ളേരെ കൂടെ രാവും പകലും നിന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ജാനിനെ കുറ്റം പറഞ്ഞ ആൾക്കാർ പൊക്കിക്കൊണ്ട് കടന്നു. പക്ഷെ ഇന്നലെ വന്നിട്ട് മോദി എന്തോ ആയിക്കോട്ടെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് മോശമാണ്. അതായത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ജാൻമണി ഈ ഒരു സംസാരിച്ചത്. അതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വീണ്ടും പ്രേമട്ടൻ എന്ന പദവിയിലോട്ട് പോയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഈ നമ്മുടെ നാട്ടിലെ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ BJP അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. 90% ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല BJP. പക്ഷേ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ആരാ? മോദിയാ. ആ വ്യക്തിൻ്റെ നമുക്കിപ്പോൾ ഒരു കാര്യം എന്തൊക്കെ വന്നാലും നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ ഒരു അറിയാലോ, എന്ത് വിഷയം വന്നാലും അങ്ങോട്ട് മിസൈൽ വിടാനാണെങ്കിലും പുള്ളി അപ്പം തന്നെ ആക്ഷൻ എടുക്കുക, നേരെ പോയി അടിക്കുക. ആ കാര്യത്തിൽ പുള്ളിക്കാരൻ അടിപൊളിയാവും. ഉള്ള കാര്യങ്ങളൊന്നും പറയാമല്ലോ. ഞാൻ ഈ പറയുന്ന കോൺഗ്രസിനോട് കുറച്ച് താല്പര്യമൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനെ നമ്മൾ നല്ലത് പറയുന്ന ഒരു ശീലം എനിക്ക് പണ്ടേ ഉള്ളതാണ്. പക്ഷേ ജാനിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം ഞാൻ വന്നിട്ട് കുറച്ച് മാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നൊരു വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് വെച്ചുതരാം. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സെറ്റും പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ ഇത് നമ്മുടെ ഈ വീഡിയോ തന്നെ അല്ല, ഡൽഹിയുടെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എന്റെ മലയാളം രീതി പറയുന്നത് ശരിയാവത്തില്ല. മലയാളം പറഞ്ഞത് ശരിയാകത്തില്ല. നിങ്ങൾക്ക് ഇത് പറയാമല്ലോ, അമ്മ പ്രഗ്നന്റ്, ഇത് മറ്റേത് മറിച്ച് ചെയ്ത് ഞാൻ പിന്നെയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അത് നമുക്ക് തന്നെ പറയുമ്പോൾ എന്തോ പോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പറയുന്നതിനൊന്നും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഏത് അർത്ഥമാണെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. എനിക്ക് മലയാളം അറിയത്തില്ലെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു കാര്യത്തിൽ. അത് ഏത് രീതിയിൽ ഉദ്ദേശിച്ചത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം പിന്നെ ഞാൻ മോർണിംഗ് വാക്കിൽ ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് വന്ന് തുടങ്ങി. എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇതാകുമ്പോ എങ്ങനെയാണ്, ഇതാ ശരിയില്ലതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുക കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഫീൽഡാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി ആൻഡ് ഫ്രം ഇന്ത്യ, ഫ്രം കേരള, everywhere it was coming. So എനിക്ക് സെറ്റപ്പ് എനിക്ക് ആർക്ക് ഹേർട്ട് ആക്കാൻ വേണ്ടിയല്ല. ഞാൻ ബേസിക്കലി നമ്മുടെ PMക്ക് ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ I was just asking how can one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking about his content. And that one's become like very much viral and people are very much angry. And I never thought like I want to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ട്. കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ചിട്ട് നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇതെന്റെ മേലേക്ക് എനിക്ക് പറയാനൊന്നുമില്ല, അതുകൊണ്ടാവില്ല. പിന്നെ അപ്പൊ ഞാൻ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആർക്ക് അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല.
സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയി എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് ഭയങ്കര വളരെ വിഷമമുണ്ട്. പിന്നെ ഞാൻ നോക്കിയിട്ട് അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാനൊരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇറ്റ് വാസ് ജസ്റ്റ് റാൻഡംലി സംസാരിച്ച് അതന്നെ അറിയില്ല ഈ കാര്യം പറഞ്ഞത്. പക്ഷെ അത് പോസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയോ പോയതാണ് എനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ ആം റിയലി സോറി. സോ എന്റെ ഫ്രണ്ട്സ് മാത്രമല്ല എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഐ ആം സോ സോറി. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതവിടെ തമാശയായിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. താങ്ക് യു. അങ്ങനെ തമാശയായിട്ട് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ജാൻ. എന്തായാലും ഇത് ഇനി ആവർത്തിക്കാതിരിക്കുക. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എത്ര ആൾക്കാർ നമ്മുടെ മലയാളം ഉൾപ്പെടെ കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ ഡൽഹി പോയപ്പോൾ എന്ത് വിലയായിരുന്നു അറിയാം നിങ്ങൾക്ക്. പക്ഷെ ഈ ഒരൊറ്റ ഒരു വാക്ക് നിങ്ങൾ മോദി എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ആ അമ്മയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ആ ഒരൊറ്റ അത് വെച്ച് എൻ്റെ പൊന്നു മോളെ ഉള്ള കാര്യം പറയാലോ, ഭയങ്കര മോശമായിപ്പോയി. അത് ഭയങ്കര മോശമായിപ്പോയി. ഓക്കെ, ഞാൻ ഈ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കിട്ടേണ്ട എല്ലാം ജാന നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബൈ, ലവ് യു ഗൈസ്. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു.